ഐ എം എക്സ്ട്രീംലി സോറി സാർ. അത് പാലിക്കാൻ നിയമം എന്നെ അനുവദിക്കുന്നില്ല. സാറ് ചിലപ്പോൾ എന്നെ രക്ഷിച്ചേക്കാം, പക്ഷേ മീഡിയ എനിക്ക് പേടിയാണ് സാർ. ഇപ്പൊ തന്നെ പലതരം ഗോസിപ്പുകളും പ്രചരിക്കുന്നുണ്ട്. കൊല്ലപ്പെട്ട ജഗന്നാഥൻ കൊലപാതകിയായ ഋതികയുടെ അമ്മയുടെ മുൻ കാമുകനാണെന്നും പ്രതിയുടെ ബയോളജിക്കൽ ഫാദറായ ജഗന്നാഥനോടുള്ള പകയാണ് ഒരു കൊലപാതകത്തിൽ കലാശിച്ചതെന്ന പ്രചരിക്കുന്നത്. അമ്മയുടെ ജാരനോടുള്ള പകയാണ് ഈ മർഡറിനുള്ള മോട്ടീവ്. നിർത്തോ തന്റെ ധിക്കാരം. ആരോട് തനിക്ക് നിനക്കുള്ള ധൈര്യം തന്നത്? ആരുടെ സപ്പോർട്ടോട് കൂടിയാണോ താനിതൊക്കെ ചെയ്തു കൊടുക്കുന്നത്? സർ, ഇത് നിയമമാണ്. ഇത് നിയമമല്ല, ഇത് വ്യക്തി വൈരാഗ്യമാണ്. താൻ തീക്കൊള്ളി കൊണ്ട് തലചൊറിയുക. ആരുടെ പിൻബലത്തോടു കൂടിയാ താനിതൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് വ്യക്തമായി മനസ്സിലായി. താൻ കളിക്കുന്നത് പ്രതാപവർമ്മയുടെ കോർട്ട് കയറിയ. ആ കളി എത്ര ഭീകരമായിരുന്നെന്ന് താൻ മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ. താൻ മാപ്പ് ചോദിച്ചുകൊണ്ട് എന്റെ കാലെ വന്ന് വീഴുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ ജാമ്യം ചോദിച്ചു വന്നത് ഒരു കുറ്റവും ചെയ്യാത്ത എന്റെ മകൾക്ക് വേണ്ടിയാ. അവളെ എങ്ങനെ ഇവിടെ നിറക്കണമെന്ന് എനിക്ക് നന്നായി അറിയാം. നീ കരുതിയിരുന്നോ എന്റെ മകളെ ഹരാസ് ചെയ്യുകയോ അവളുടെ ദേഹത്തൊരു പോറിലേൽപ്പിക്കുകയോ ചെയ്താൽ നിന്നെയും കത്തിക്കും, നിന്റെ വംശ പരമ്പരയും കത്തിച്ചളയും ഞാൻ. മനസ്സിലാവടാ സർക്കിൾ ഇൻസ്പെക്ടറെ? തന്റെ നാശം ഇന്നു മുതൽ തുടങ്ങി. താൻ ചെവിന്നുള്ളിക്കോ.